എന്നിട്ട് ഓപ്പോസിറ്റുള്ള ജനലില്ലേ അതും കൂടി ഇതുപോലെ തുറന്നു വെക്കാം. ഇവിടെ മോസ്കിറ്റോ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണ്. ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊരു ചൂടാണല്ലേ. എല്ലാവർക്കും ഒന്നും AC വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. എന്റെ പൊന്നെ, എനിക്ക് AC ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല എല്ലാ മാസമുള്ള കറണ്ട് ബില്ലൊന്നും അടയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഞാൻ ഒരു 2-3 വർഷം കൊണ്ട് ഇങ്ങനെ നിരീക്ഷിച്ച് ഇതെന്താണ് ഇങ്ങനെ ചൂട് കൂടുന്നത്, അതുപോലെ ഈ ചൂട് കുറയ്ക്കാനായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചതിന്റെ ഫലമായിട്ട് ഞാനൊരു ഫാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതരം ഫാൻ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ ഒന്നും ചെന്ന് ചോദിച്ചാൽ ആർക്കും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോ ആ ഫാൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ റൂം AC ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് ഒരു 24 ഡിഗ്രി സെൽഷ്യസിൽ AC ഉപയോഗിച്ച് നമുക്ക് റൂം എങ്ങനെ തണുപ്പിക്കാം, അതേ ഒരു തണുപ്പിൽ നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. ഒരു രാത്രി 12 മണിയോടുകൂടി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഫാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 24 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങളുടെ റൂം തണുപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഈ പകലത്തെ ചൂടും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒന്ന് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചിന്മന വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ആരെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ പ്രത്യേകതരം ഫാന് എത്ര രൂപയാണ്, അത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, അതെങ്ങനെയാണ് റൂമിൽ ഫിറ്റ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചൂട് എന്തുകൊണ്ടാണ് കൂടുന്നത്, അതുപോലെ നമ്മുടെ ചൂട് നമുക്ക് കുറയ്ക്കാൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഫാനിന്റെ ഡീറ്റെയിൽസ് പറയാം. ഫാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്തേക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ മനുഷ്യര് കാണിച്ചിട്ടുള്ള കുറെ എന്താ പറയാ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിലൂടെയാണ് നമുക്ക് ഇത്രയും ചൂട് കൂടിയത്. ടാറിട്ട റോഡ്, അതുപോലെ ഒരുപാട് വാഹനങ്ങൾ, പിന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അല്ലേ. അപ്പൊ നമ്മുടെ വീട് തന്നെ അറിയാം, നമ്മളൊരു 20 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി വീട് ഇങ്ങനെ പണിതിട്ടിട്ട് രാത്രി അവസാനം ആവുമ്പോൾ ഈ ചൂടെല്ലാം കൂടി അത് പഴുത്ത് കിടക്കും. അതായത് കോൺക്രീറ്റ് മേൽക്കൂര പഴുക്കും, ഭിത്തി പഴുക്കും, ഇന്റർലോക്ക് ഇട്ടിട്ടുള്ള മിറ്റമാണെന്നുണ്ടെങ്കിൽ അത് നല്ല ചുട്ടുപഴുത്ത് കിടക്കും. പിന്നെ കൂടാതെ ഇപ്പം നമ്മൾ കാർ ഷെഡ് പുറകിലേക്കുള്ള ഷെഡൊക്കെ പണിയുന്നത് ഈ അലൂമിനിയം റൂഫ് വെച്ചിട്ടാണ്. ഇതെല്ലാം ഈ പകൽ സമയത്ത് ഭയങ്കര ചൂടാവും. അലൂമിനിയം റൂഫ് വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് തണുക്കുമെങ്കിലും അതിന്റെ സൈഡിൽ വെച്ചിട്ടുള്ള ഈ സ്ക്വയർ ട്യൂബുകളൊക്കെ ഉണ്ടല്ലോ, പൈപ്പുകളൊക്കെ നല്ല ചൂട് തന്നെയായിരിക്കും. അതുപോലെ ഇന്റർലോക്ക് ഒക്കെ തണുക്കാനായിട്ട് ഭയങ്കര സമയം എടുക്കും കേട്ടോ. ഗേറ്റിനൊക്കെ നല്ല ചൂടാണ്. സൈഡിലുള്ള മതിലുണ്ടല്ലോ, മതിലൊക്കെ നമ്മൾ പൊക്കി കെട്ടിയത് കൊണ്ട് അതിനും എല്ലാം നല്ല ചൂടാണ്. അപ്പൊ ഇതൊക്കെയാണ് ചൂട് കൂടാനായിട്ടുള്ള കാരണം. അപ്പൊ നമ്മള് ചുറ്റുപാടും ഒക്കെ നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഒരു വീട്ടിലെ തന്നെ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കില്ല ചൂട്. അതുപോലെ ഒരു വീട്ടിലെ എല്ലാവരെയും പോലെ ആയിരിക്കില്ല മറ്റുള്ള വീടുകളിലെ ആൾക്കാരുടെയും ചൂട്. അപ്പൊ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങളും അവരുപയോഗിക്കുന്ന മസാലകൾ, എരി, എണ്ണ, ഇതൊക്കെ അതിന് ഘടകമാണ് കേട്ടോ. അതുപോലെ ഇത് എല്ലാം അറിയാം. പക്ഷെ നമുക്ക് ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ചൂട് കുറയ്ക്കാനായിട്ട് വേനൽക്കാലത്ത് അധികം മാംസാഹാരങ്ങളൊക്കെ കഴിക്കാതെ അത് കുറച്ചുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കാം. നമുക്ക് ഈ സീസണിൽ കിട്ടുന്ന മാമ്പഴം, പപ്പായ, ചക്കപ്പഴം ഇതൊക്കെ കഴിക്കാം. ചക്ക ചൂടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചക്കയുടെ കൂടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്ന എരിവുള്ള മീൻകറി, അതുപോലെ ബീഫ് കറി, അതൊക്കെ കൊണ്ടായിരിക്കാം ചക്ക കുറച്ചുകൂടെ ചൂടായിട്ട് തോന്നുന്നത്. അപ്പൊ കുറച്ചും കൂടെ തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ അത് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കുറച്ച് കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ ഉള്ളവരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കുളിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒരു 2-3 തവണയൊക്കെ പകല് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് മേല് കഴുകുകയാണെങ്കിൽ ചൂട് കുറയും. വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ ഒതുക്കിയിട്ടാണെങ്കിലും ബെഡിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഒന്ന് മേല് കഴുകുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചൂട് കുറയും. അപ്പൊ ഇത്രയും വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ടെറസിന്റെ മേളിൽ എല്ലാവർക്കും ചെടികളൊന്നും നട്ടുപിടിപ്പിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ഈ വാർക്ക നനയാത്ത രീതിയിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമൊക്കെ തന്നെയാണ്. അതിന് പ്രത്യേകം എന്താ പറയാ, ഒരു സൈസ് പെയിന്റ് ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് അടിച്ച് പിന്നെ നമ്മൾ എന്താ പറയുക സ്റ്റാൻഡ്, സ്ക്വയർ പൈപ്പ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റാൻഡൊക്കെ ചെയ്ത് അത് വെള്ളം താഴേക്ക് അധികം വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ മഴക്കാലത്ത് അത് എന്തായാലും കുറച്ച് പ്രശ്നമൊക്കെ തന്നെയാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതും ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചെടികളൊക്കെ മേളിൽ വെച്ചിരുന്നു. അത് പക്ഷെ ഈ റൂഫ് നനയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അത് ചെടികളെല്ലാം മാറ്റി. പിന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് ഒക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിലൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ നമ്മുടെ റൂഫിന്റെ മേലെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതും നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ അത് നമുക്ക് ഒരുപാട് മെനക്കേടാണ്, ഒരുപാട് പരിപാലനമൊക്കെ അത് വേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോ എന്തായാലും പകല് നല്ല ചൂടുമായിരിക്കും. രാത്രി സമയത്ത് ഒരു 10 മണി 11 മണി വരെ നമ്മുടെ റൂമിൽ നല്ല ചൂടായിരിക്കും.
ഇപ്പൊ ആണെങ്കിൽ ജനല് തുറന്നിടാനായിട്ട് നമുക്ക് ഭയങ്കര പേടിയാ, ഈ പാമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ കേൾക്കുന്നത് കൊണ്ട്. അത് തന്നെയല്ല, ഈ ചൂട് സമയത്താണ് ഈ പാമ്പുകൾ മാളത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അപ്പൊ പാമ്പിന്റെ ശല്യം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയണം, ഒത്തിരി കാര്യം പറയണം. പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഫുഡ് വേസ്റ്റ് പരിസരത്തൊന്നും ഇടരുത്. അപ്പൊ എലികളൊക്കെ ഓടി ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ എലിക്ക് കയറാനുള്ള, ചെറിയ എലികൾക്ക് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിനെ പിടിക്കാനായിട്ട് പാമ്പും ആ ഗ്യാപ്പിൽ കൂടെ കയറും. അങ്ങനെയാണ് വീടിന്റെ അകത്തേക്ക് അധികം പാമ്പുകൾ കയറുന്നത്. അപ്പൊ ജനലും വാതിലുകളൊക്കെ സന്ധ്യാസമയത്ത് തുറന്നിടരുതെന്ന് പറയും. നമ്മുടെ ഇവിടെ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ജനല് തുറന്നിടണം, അതുപോലെ വാതില് തുറന്നിടണം. അപ്പൊ നമുക്ക് ആകെയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ പൂച്ചകളൊക്കെ ഇതിലാണ് നടപ്പുള്ളത്. നമുക്ക് പിന്നെ ഒരു ഡാഷ് ഉണ്ട്, പപ്പി എന്ന് വെച്ചാൽ പട്ടിയുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ഇതിലെ സന്ധ്യക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ നോക്കും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാമ്പിന്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പട്ടിയെ വളർത്തുന്നതിലൂടെയും പൂച്ചകൾ വരുന്നതിലൂടെയും ഫുഡ് വേസ്റ്റ് ഇടാത്തതിലൂടെയും ഒക്കെ നമുക്ക് ആ ശല്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷമൊന്നും നമ്മൾ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ അടുത്തൊക്കെ പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഒരുപാട് പാമ്പുകൾ വരാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻ ആൻഡ് ഔട്ട് എക്സോസ്റ്റ് ഫാന്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഫാൻ അങ്ങനെ നമ്പർ 1 ബ്രാൻഡ് ഒന്നും അല്ല കേട്ടോ. തെങ്കാശിയിലെ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ വാങ്ങിച്ചതാണ്. BTM എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻ ആൻഡ് ഔട്ട് എക്സോസ്റ്റ് ഫാൻ. ഇത് 12 ഇഞ്ച് ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ ബോക്സ് ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞുണ്ടോ, കാരണം ഇതിന്റെ വാറന്റി സമയമെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞങ്ങൾ ജസ്റ്റ് ഇത് ജനലിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, ഇൻ ആൻഡ് ഔട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കുമ്പോഴേ ഇതുപോലെ വിൻഡോയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ടൈ വെച്ച് കെട്ടിയിരിക്കുക. പക്ഷെ ഇതല്ലാതെ കൊണ്ട് വെൽഡിങ് ചെയ്യുന്നവരെ കൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബോക്സ് അടിച്ച് ചെയ്തിട്ട് ഈ ഫാൻ അതിന്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഫാൻ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്കിത് ഈ വിൻഡോയുടെ ഡോറ് അടച്ചിടുവാനായിട്ട് സാധിക്കണം. ഇപ്പൊ ഇത് തുറന്നു വെച്ചിരിക്കുകയാണ്, ഇതിനകത്ത് വലിയ സേഫ്റ്റി ഇല്ല. ഇത് പിന്നെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടുള്ള ഈ റൂം ആയതുകൊണ്ട് ഇഴജന്തുക്കൾ അതിലേക്ക് കയറി വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം. നമ്മളിവിടെ ഫുഡ് വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, എലികളൊന്നും അങ്ങനെ കയറി വരത്തില്ല. ഈ പ്രദേശത്ത്, ഈ പരിസരത്തൊന്നും അങ്ങനെ ഇതുവരെ പാമ്പിന്റെ ശല്യം കണ്ടിട്ടില്ല. പാമ്പിന്റെ ശല്യം കണ്ടിരുന്നത് അവിടെ ഈ മതിലിന്റെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പാമ്പിന്റെ ശല്യം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട. ഹോളൊക്കെ അടച്ച് നമ്മൾ നീറ്റായിട്ട് തേച്ച് നന്നായിട്ട് അത് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് മുറ്റവും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫാൻ ഇങ്ങനെ വെക്കാൻ നമുക്ക് ഇത്ര ധൈര്യം. പക്ഷെ നിങ്ങൾ അങ്ങനെ വെക്കരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ വെൽഡിങ് അറിയാവുന്നവരെ കൊണ്ട് നല്ലൊരു ബോക്സ് അടിച്ചിട്ട് ഈ ഫാൻ അകത്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ വിൻഡോയുടെ ഡോറ് തുറന്നിട്ടിട്ട് ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇപ്പൊ ഔട്ടിലാണ് കേട്ടോ പ്രസ് ചെയ്തിരിക്കുന്നത്. ഔട്ടിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും റൂമിനകത്തുള്ള കാറ്റ് വെളിയിലോട്ട് വരുവാണേ. നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം, റൂമിനകത്തുള്ള കാറ്റ് വെളിയിലോട്ട് വരുവാണ്. അവിടെ കാറ്റില്ല, അകത്ത് കാറ്റില്ല, പുറത്തേക്ക് നമുക്ക് അധികം കാറ്റ് ഫീൽ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ റൂം ഒരു മണിക്കൂറോളം റൂമിനകത്തുള്ള കാറ്റിനെ വെളിയിലേക്ക് കളഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അകത്തുള്ള ചൂടുവായും മുഴുവനും പുറത്തേക്ക് പോകും. എന്നിട്ട് ഓപ്പോസിറ്റുള്ള ജനലില്ലേ, അതും കൂടി ഇതുപോലെ തുറന്നു വെക്കാം. അപ്പൊ ഇവിടെ മോസ്കിറ്റോ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണ്. അപ്പൊ ഈ വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ മാത്രം മതി. അങ്ങനെ കുറച്ചു നേരം ജനല് തുറന്നിട്ട് റൂമിന്റെ അകത്തുള്ള വായു എല്ലാം പുറത്തേക്ക് പോയി എന്ന് മനസ്സിലായി. കുറച്ച് റൂം തണുത്ത് തുടങ്ങുമ്പോൾ നേരെ ഇതിന്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണം ഈ ഫാനിന്റെ. പിന്നെ അത് ഇന്നെന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുമ്പോൾ പുറത്തു നിന്നുള്ള കാറ്റ് അകത്തേക്ക് വരും. അങ്ങനെ കുറച്ചു നേരം ആകുമ്പോഴേക്കും റൂം നല്ല രീതിയിൽ തണുക്കും. നമ്മൾ ഈ ഫാൻ ഉപയോഗിക്കുമ്പോൾ ജനല് തുറന്നിട്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ. പക്ഷെ ഇഴജന്തുക്കളൊന്നും വീട്ടിൽ കയറി വരാതെ സേഫ് ആയിട്ട് മോസ്കിറ്റോ നെറ്റുകൾ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ AC ഒന്നും ഉപയോഗിക്കാതെ തന്നെ റൂം നല്ല രീതിയിൽ തണുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻ ആൻഡ് ഔട്ട് എക്സോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂം തണുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ പരിസരത്ത് അത്യാവശ്യം വൃക്ഷങ്ങളൊക്കെ വേണം കേട്ടോ. കാരണം നമ്മുടെ അന്തരീക്ഷം ചുറ്റുവട്ടം കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ട് ചുറ്റുപഴുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു റിസൾട്ട് കിട്ടില്ല. ചുറ്റുവട്ടത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം രാത്രി സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടി വരുന്ന ഒരു കാലാവസ്ഥയുള്ള പരിസരമാണെങ്കിൽ, പ്രദേശമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഈ വീടിന്റെ പരിസരം ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ ആനക്കുളം, കൊണ്ടുവച്ച, ഇവിടെ എണ്ണപ്പന, അങ്ങനെ ഒരുപാട് വനങ്ങള്, വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ പകല് ചൂട് കൂടുതലാണെങ്കിലും, കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് ചൂട് കൂടുതലാണ്, പകല് ചൂട് കൂടുതലാണെങ്കിലും രാത്രി ആവുമ്പോഴേക്കും ചൂട് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഈ പുറത്തുള്ള ആ തണുപ്പുണ്ടല്ലോ, ആ തണുപ്പിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ റൂമിലേക്ക് എത്തിക്കുക. നമ്മുടെ റൂമിലെ ചൂട് ആദ്യം പുറത്തേക്ക് കളയുക, എന്നിട്ട് ഈ തണുപ്പിനെ റൂമിലേക്ക് എത്തിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. പലരും പല കാര്യങ്ങളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ടിപ്പുകളും ട്രിക്കുകളും ഒന്നുമല്ല. ഇത് കാശ് കൊടുത്ത് ഈ ഫാൻ വാങ്ങിച്ചിട്ട് പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഇതൊരു മെത്തേഡാണ് കേട്ടോ. നമ്മുടെ റൂമിലെ ചൂട് പുറത്തേക്ക് കളഞ്ഞിട്ട് വെളിയിലുള്ള തണുപ്പിനെ അകത്തേക്ക് കയറ്റി റൂം കൂളാക്കി വെക്കുക. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. മാത്രമല്ല ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് പട്ടി കുറയ്ക്കുന്നതൊക്കെ ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ, രാത്രിയൊക്കെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഫാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളൊരു 3-4 ദിവസം ഈ ഫാനുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും സൗണ്ട്. പിന്നെ നമ്മൾ പുറത്ത് ഇതുപോലുള്ള സൗണ്ടുകളൊന്നും കേട്ടാൽ നമ്മൾ അറിയില്ല കേട്ടോ. സൗണ്ടുകൾ കേട്ടാലൊന്നും അറിയില്ല. ഇത് സെക്യൂരിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സൗണ്ട് ഉള്ളത് കൊണ്ട് പുറത്തെന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അറിയില്ല സെക്യൂരിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ലക്ഷങ്ങൾ മുടക്കി വീടുകളൊക്കെ പണിയുന്നുണ്ടല്ലേ, നമ്മുടെ ഫ്രണ്ട് ഡോർ ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷെ എത്ര വീടുകളുടെയാണ് ഈ സ്റ്റെയർ റൂമിന്റെ മേളിലുള്ള ഒരു ഡോർ അത്ര സ്ട്രോങ് ആയിട്ടുള്ളത്? ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറണം എന്ന് വിചാരിച്ചാൽ, ഇനിയിപ്പോ അതിനകത്ത് എവിടെ വീട്ടിൽ എത്ര CCTV ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കള്ളന് കയറുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഫാൻ വാങ്ങി വെക്കുക. കാരണം ഇത് പ്രയോജനം കിട്ടുന്ന ഒന്നാണെന്നുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പൊ മക്കളൊക്കെ വരുമ്പോഴാണെങ്കിലും അവന്മാർ ഈ ഫാൻ ഈ മുറിയിൽ നിന്ന് അഴിച്ച് അവിടെ കൊണ്ടുപോയിക്കും. അവര് കിടക്കുമ്പോൾ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പാണ്. രാത്രി ഒക്കെ എന്ന് പറയാ ഒരു 2 മണിക്കൊക്കെ ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ മൂടി പൊതിച്ചാ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ അത്രയും തണുപ്പുണ്ടായിട്ടായിരിക്കുമല്ലോ പിള്ളേര് മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നത്. ഞാനാണെങ്കിലും അത് ഒരു സമയം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇടാൻ സാധിക്കാറില്ല. ഒരു 1 മണി 1:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം കഴിയുമ്പോൾ തണുത്തിട്ട് എഴുന്നേറ്റിട്ട് ഈ ഫാൻ ഓഫ് ചെയ്യും. പിന്നെ സാധാ ഫാനിന്റെ ആവശ്യം വരാറുള്ളൂ. ഇതിപ്പോ ഞാനിങ്ങനെ ഒത്തിരി ഇങ്ങനെ തള്ളി മറിക്കുന്നൊന്നുമല്ല, നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിന്റെ ആ ഒരു പവർ. പക്ഷെ അതിന്റെ ഒരു സിസ്റ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ എയർ നമ്മുടെ റൂമിനകത്തേക്ക് കയറണം. അപ്പൊ അത് ജനൽ ഓപ്പൺ ആയിരിക്കണം. പക്ഷെ ഞാൻ പറയുന്ന രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാവരും എടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഫാൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അത് വാങ്ങിക്കാൻ അവിടെ തെങ്കാശി വരെ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു ഹെൽപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. പക്ഷെ ഒരാളുടെയോ 2 ആളുടെയോ ഓർഡറിന് പോയി അവിടെ പോയി വാങ്ങിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഞങ്ങൾ പോകുന്ന സമയത്തെ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു 10 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അയച്ചു തരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.